നോക്കാം ലൈവ് ന്യൂസിൽ വിശദമായ റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സഹോദരൻ കോശിയുടെ വീട്ടിലെത്തിച്ചു. മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരി, മൃതദേഹം ഇപ്പോൾ സഹോദരന്റെ വസതിയിലാണല്ലോ. രാഷ്ട്രീയ നേതാക്കളടക്കം അവിടെ എത്തുന്നുണ്ട്. സംസ്കാരം അല്പസമയത്തിനകം നടക്കുമെന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. ക്രിസ്ത്യന, ഈ മതപരമായ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഈ സംസ്കാരത്തിനായി ജോയിയുടെ മൃതദേഹം ഈ ജോയിയുടെ പുരയിടത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ ജോയിയുടെ സഹോദരന്റെ വീട്ടിലാണ്. അവിടെ നിന്നും ഈ മുകളിലേക്ക് കയറി ഈ ജോയിയുടെ പുരയിടം എന്ന് പറയുന്ന ഒരു മുകളിലേക്ക് കയറുന്ന വഴിയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ഒരു കുടുംബത്തിന്റെ ഈ വീട്ടിലേക്ക് പോകുന്നതിനുള്ള ഒരു വഴിയാണ് എന്നുള്ളതാണ്. ഒരു വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി പോലും കൃത്യമായി ഇല്ലാത്തൊരു പാവപ്പെട്ട ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ശുചീകരണ തൊഴിലാളി. ഈ വഴിയൊക്കെ നമ്മൾ വരുന്ന സമയത്ത് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഈ സംസ്കാരത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിന് മുകളിൽ ഈ ടാർപ്പ കെട്ടിയിരിക്കുന്ന ഭാഗത്താണ് ജോയിയുടെ സംസ്കാരം ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യമല്ല. അതായത് ഈ മഴയൊക്കെ പെയ്ത് തെന്നിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് ഈ സംസ്കാര ചടങ്ങ് നടക്കുന്നത്. ഏറ്റവും വേണ്ടപ്പെട്ടവർ മാത്രമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും സങ്കടം തളക്കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഈ വീട്ടിൽ, ഈ കുടുംബത്തിൽ, ഈ ജോയിയുടെ കുടുംബത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. ഈ ജോയിയുടെ അമ്മയുടെ ഏക ആശ്രയമായിരുന്നു ഈ ജോയിയുടെ വരുമാനം എന്നുള്ളത്. ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദിവസക്കൂലിക്കൊക്കെ പണിയെടുക്കുന്ന ഒരാളായിരുന്നു. നിരവധി ഇത്തരത്തിൽ ഈ തോടുകളും മറ്റ് ഈ മാലിന്യക്കുഴികളും ഒക്കെ വൃത്തിയാക്കുന്ന തരത്തിലുള്ള ജോലികൾക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇത്തരത്തിൽ വൈകിട്ട് 4:30 മണിക്ക് മടങ്ങി വരാം എന്ന ഉറപ്പിന്മേലാണ് ഈ ജോയി ഈ വീട്ടിൽ നിന്നും പോകുന്നത്. അതിനുശേഷം പക്ഷേ ഈ വീട്ടിലേക്ക് തിരിച്ച് മടങ്ങി വന്നത് ചേതനയേറ്റ ശരീരവുമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. ഈ വീട്ടിൽ നമുക്കിപ്പോൾ കാണാം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും ഈ പാറശാല MLA അടക്കമുള്ളവർ ഈ വീട്ടിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ച കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഈ കേരളം കണ്ട സമാനതകളില്ലാത്തൊരു രക്ഷാദൌത്യം 46 മണിക്കൂർ ഇത്തരത്തിൽ ജോയിക്ക് വേണ്ടി ഇത്തരത്തിൽ തെരച്ചിൽ നടത്തി. പക്ഷേ ആ തെരച്ചിലൊക്കെ വിഫലമായി. ഈ ജീവന്റെ തുടിപ്പിന് വേണ്ടി അത്തരത്തിലൊരു തെരച്ചിൽ നടത്തിയെങ്കിലും ജോയിയെ രക്ഷിക്കാനായില്ല എന്നുള്ളത് തന്നെയാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയും. വീടിനകത്തായ അമ്മയും സഹോദരിമാരും ഒക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ മുറിയിൽ നിന്നുമാണ് ജോയി അന്ന് ശനിയാഴ്ച രാവിലെ പുലർച്ചെ ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുന്നത്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങുന്നത്. അതിനുശേഷം അപകടത്തിൽപ്പെട്ടു, ഒഴുക്കിൽപ്പെട്ടു, പിന്നീട് കാണാതാകുന്നു. അപ്പോഴും ഈ വാർത്തകൾ വരുമ്പോഴും ശുഭപ്രതീക്ഷയുമായാണ് ഈ കുടുംബാംഗങ്ങളൊക്കെ ഇരുന്നത്. തിരിച്ചു വരും, ഏതൊഴുക്കിലും നീന്തിക്കയറുന്ന ജോയി തിരിച്ചു വരും എന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ കുടുംബം ഒന്നാകെ. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്തായി എന്ന് വേണം ഇപ്പോൾ പറയാൻ. ഏതായാലും ഈ മതപരമായ ശുശ്രൂഷകളൊക്കെ പൂർത്തിയാക്കി ഈ സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാകുന്ന കാര്യം. ഏതായാലും അത്രയധികം സങ്കടത്തിലാണ് ഈ കുടുംബം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുടുംബത്തിന്റെ ഈ അമ്മ മെൽഹി ഇതിനുശേഷം ഈ ജോയിയെ കാണുന്നതായതിനു ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. ഈ സോഫയിൽ, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സോഫയിൽ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ജോയിയുടെ വരവും കാത്ത് ഈ ജനലിലൂടെ ജോയിയെയും കാത്ത് ഇവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ വന്നെത്തിയത് ചേതനേറ്റ ശരീരമാണ് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ പോലും ഔദ്യോഗിക സ്ഥിരീകരണത്തിന് മുമ്പ്, ജോയി ആണെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിന് മുമ്പ് പോലും ആ അമ്മയ്ക്കും ആ കുടുംബാംഗങ്ങൾക്കും അത്തരത്തിലൊരു ഉണ്ടായിരുന്നു. അത് ജോയി ആകല്ല, ഈ മൃതദേഹം കിട്ടിയെന്ന വാർത്ത വരുമ്പോൾ പോലും അത് ജോയി ആകല്ല എന്ന പ്രാർത്ഥനയായിരുന്നു ഈ നാടിനും നാട്ടുകാർക്കും ഈ കുടുംബാംഗങ്ങൾക്കും. പക്ഷേ അത് അസ്ഥാനത്തായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കേരളത്തിന്റെ നീറ്റലായി മാറുന്നു. അതായത് ഈ സിസ്റ്റത്തിന്റെ, നമ്മുടെ സംവിധാനങ്ങളുടെ ഏറ്റവും കുറ്റകരമായ ഒരു അനാസ്ഥയുടെ ഇര എന്ന് വേണം ജോയി എന്ന് പറയാൻ. ഈ ഒരു ജോയി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ കുടുംബത്തിന് ഈ സഹായം അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഇത്തരത്തിൽ ഈ ഭരണ സംവിധാനത്തോട് ഈ പാറശാല MLA ആയിട്ടുള്ള CK ഹരീന്ദ്രൻ കത്ത് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സാധാരണ ഒരു കുടുംബം അന്നത്തെ കൂലിക്ക് വേണ്ടി, അന്നത്തെ ജോലിക്ക് പോയി കൂലി നേടുന്ന ഒരു സാധാരണ കുടുംബം, ആ കുടുംബത്തിന്റെ വരുമാന മാർഗമാണ് നഷ്ടപ്പെട്ടത്. വളരെ തുച്ഛമായ പൈസയ്ക്ക് വെറും 1500 രൂപയ്ക്ക് വേണ്ടി ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ പോയി. അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. അത്ര വലിയൊരു മാലിന്യ
കുഴിയിലേക്ക്, ഒരു മാലിന്യവാഹിനിയിലേക്ക് ആമയിഴഞ്ചാൻ തോട് പോലെ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈത്തോട്ടിലേക്ക് ഇത്തരത്തിൽ കൈത്തോട്ടിലേക്ക് ഇറങ്ങി. അവിടെ ഒരു അപകടം വരുന്നു, ശക്തമായ മഴ പെയ്യുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്യുന്നു, അങ്ങനെ അടിയൊഴുക്കുണ്ടാകുന്നു. അതിൽ അപ്രതീക്ഷിതമായി ജോയി പെടുന്നു. ജോയി ഈ ടണലിനുള്ളിലേക്ക് പോകുന്നു. പക്ഷേ നമ്മുടെ സംവിധാനങ്ങളെല്ലാം, രക്ഷാദൌത്യ സംഘങ്ങളെല്ലാം, അതായത് അഗ്നിരക്ഷാസേന, സ്കൂബ സംഘം, നേവി, NDRF, അങ്ങനെ നമുക്ക് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും, മനുഷ്യസാധ്യമായ എല്ലാം കൊണ്ട് ജോയിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ മൂന്നാം ദിവസം ഇന്ന് രാവിലെ 8:30 ഇത്തരത്തിൽ ഇങ്ങനെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തകരപ്പറമ്പ് റോഡിലുള്ള ഈ വീട്ടിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടേക്ക് ഇത്തരത്തിൽ ആളുകളൊക്കെ എത്തുന്നുണ്ട്. കുടുംബാംഗങ്ങളും നാട്ടുകാരും മറ്റുള്ളവരൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീട്ടിലാകെ ഇത്തരത്തിൽ സങ്കടം തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഈ കുടുംബത്തിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ധനസഹായം തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സർക്കാരിനെ സമീപിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അല്പസമയം മുമ്പ് നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. ഏതായാലും അത് എത്രയും വേഗം ലഭിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഈ ജീവന് പകരമാവില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയൊരു ജോയി ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ക്രിസ്റ്റീന. ശരി, ജോയിയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഹരികൃഷ്ണൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സാർജന്റ് എന്നിവർക്കെതിരെയാണ് നടപടി. ലിഫ്റ്റിൽ കുടുങ്ങിയ രവീന്ദ്രൻ നായരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സന്ദർശിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുകയാണ്. പ്രതീക്ഷ, ഈ തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത് പോലെ ആ 2 ദിവസത്തിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ ഒരു വ്യക്തി, അദ്ദേഹം ആ ലിഫ്റ്റിനുള്ളിൽ എത്രത്തോളം അസ്വസ്ഥനായിരുന്നിരിക്കാം, എത്രത്തോളം ആശങ്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ വിഷയത്തിൽ എന്താണ് നടപടി? ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ മാത്രം കർശന നടപടി എടുത്തിട്ടില്ലേ? ക്രിസ്റ്റീന, ശരിക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ്. ഒരു മനുഷ്യൻ 2 ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്നു, അതും ഒരു സർക്കാർ ആശുപത്രിയിൽ 2 ദിവസം ആരും അറിയാതെ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത് സംഭവിച്ച ആ ഒരു കഥയിലേക്ക് വന്നാൽ, ഈ ശനിയാഴ്ച രാവിലെയാണ് ചികിത്സയ്ക്കായി തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ഈ ചികിത്സ കഴിഞ്ഞ ഈ രാവിലെ 12 മണിയോടുകൂടി OP കൗണ്ടറിന് സമീപത്ത് ലിഫ്റ്റിൽ രവീന്ദ്രൻ നായർ കയറുന്നു. ആ സമയത്ത് ലിഫ്റ്റ് വർക്കിംഗ് ആയിരുന്നു. ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകാനുള്ള ബട്ടൺ അമർത്തി. പക്ഷേ ഈ അല്പദൂരം ഈ ലിഫ്റ്റ് മുകളിലേക്ക് പോയ ശേഷം ലിഫ്റ്റ് അവിടെ ബ്ലോക്ക് ആവുകയായിരുന്നു എന്നതാണ് രവീന്ദ്രൻ നായർ പിന്നീട് പറയുന്നത്. ആ ഘട്ടത്തിൽ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ ലിഫ്റ്റിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ റേഞ്ച് ഉണ്ടായിരുന്നില്ല, ആരെയും വിളിക്കാനുള്ള സൗകര്യം ലഭിച്ചില്ല. മാത്രമല്ല, ഈ ലിഫ്റ്റിൽ അലാറം സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷേ അലാറം അമർത്തിയിട്ടും ആ ബട്ടൺ പ്രസ് ചെയ്തിട്ടും ആരും വന്നില്ല, അല്ലെങ്കിൽ അത് കൃത്യമായി പ്രവർത്തിച്ചില്ല എന്നതാണ് രവീന്ദ്രനും ഒപ്പം കുടുംബാംഗങ്ങളും പറയുന്ന കാര്യം. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഈ ലിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ അവശ നിലയിൽ രവീന്ദ്രൻ നായരെ കണ്ടെത്തുന്നത്. തുടർന്ന് ആവശ്യമായ ചികിത്സ നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രവീന്ദ്രൻ നായർ ചികിത്സയിൽ കഴിയുകയാണ്. തിരുമലയിൽ ഒരു പ്രാദേശിക CPI നേതാവ് കൂടിയാണ് രവീന്ദ്രൻ നായർ. ഈ രവീന്ദ്രൻ നായരെ കാണാതായതോടുകൂടി തന്നെ കുടുംബം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ എവിടെയെങ്കിലും മിസ്സായി എന്നതാണ് കുടുംബം കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ മെഡിക്കൽ കോളേജിലെ തന്നെ ജീവനക്കാരൻ ലിഫ്റ്റ് തുറക്കുമ്പോൾ രവീന്ദ്രൻ നായരെ ലിഫ്റ്റിനുള്ളിൽ കണ്ടെത്തുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം, അതായത് ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ ഗുരുതരമായ ഒരു വീഴ്ചയാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എപ്പോഴും ഈ നിരവധി രോഗികളും മറ്റ് ജീവനക്കാരും കൂട്ടിരിപ്പുകാരും ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അതും OP കൗണ്ടറിന് സമീപത്തെ ലിഫ്റ്റിലാണ് ഒരാൾ കുടുങ്ങിയത്. ഇതിൽ ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി ഈ സംഭവത്തിന് പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. അന്വേഷണത്തിന് ഉത്തരവിട്ട മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടി വന്നു. 3 ജീവനക്കാരെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഒരു ഡ്യൂട്ടി സർജന്റ്, ഇങ്ങനെ 3 പേരെയാണ് നിലവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൃത്യമായി കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. അല്പസമയം മുമ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ ചികിത്സയിൽ കഴിയുന്ന രവീന്ദ്രൻ നായരെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി.
തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് MG പ്രതീഷാണ്. പാലക്കാട് പട്ടാമ്പി വിളയൂരിൽ കാർ നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിൽ ഇടിച്ച അപകടം. വീടിന്റെ മതിൽ ഭാഗികമായി തകർന്നു. പട്ടാമ്പി ഭാഗത്ത് നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, വിവരങ്ങൾ. കൃഷ്ണ, ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പട്ടാമ്പി ഭാഗത്ത് നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് ഈ കാറ് പൊടുന്നനെ, അതായത് മഴയുണ്ടായിരുന്ന സമയമായിരുന്നു, നിയന്ത്രണം വിട്ട കാറ് ഈ വീടിൻ്റെ മതിലിലിടിച്ച് അപകടമുണ്ടാവുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട കാറ് നിർത്താതെ പോവുകയാണ് ഉണ്ടായത്. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. വളരെ വേഗതയിലാണ് ഈ കാറ് വന്നിരുന്നത് എന്നുള്ളതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അടുത്തിടെ ഈ പ്രദേശത്തുണ്ടാകുന്ന മൂന്നാമത്തെ അപകടമാണിത്. പ്രത്യേകിച്ച് മഴ കൂടി ഉള്ളപ്പോൾ ഇവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഇത്തവണയും തിരിച്ചടിയായത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാർ വന്നിരുന്നത് അമിത വേഗതയിലായിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാണ്. ഭാഗ്യവശാൽ മറ്റാർക്കും തന്നെ, അതായത് ഈ കാറിലുണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം അവർ കാർ നിർത്താതെ പോയത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ വ്യക്തതയില്ല. മറ്റാർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കീഴ്മേൽ മറിഞ്ഞാണ്, അതായത് അതിവേഗതയിൽ വന്ന ഈ കാറ് കീഴ്മേൽ മറിഞ്ഞാണ് പിന്നീട് നേരെ നിൽക്കുന്നതും അതിലൂടെ തന്നെ കടന്നു പോകുന്നതും. എന്തായാലും ആരാണ് ഈ വാഹനം ഓടിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കൃഷ്ണ. ശരി നിഖിൽ, തുടരുക. പാലക്കാട് നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പാലക്കാട് വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് പാമ്പുകളെ പിടികൂടി. തണ്ണീർക്കോട് തൊഴുക്കാട് കുട്ടത്തുപറമ്പിൽ രവിയുടെ വീട്ടിലാണ് സംഭവം. പാമ്പ് പിടുത്തക്കാരനായ കൈപ്പുറം അബ്ബാസ് എത്തി 2 പാമ്പുകളെയും പിടികൂടി. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് നിഖിൽ പ്രമേഷാണ്. നിഖിൽ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ഈ 2 പാമ്പുകളെയും പിടികൂടിയിട്ടുണ്ടല്ലോ അല്ലേ? 2 പാമ്പുകളെയും പിടികൂടിയെന്നുള്ളത് ആശ്വാസകരമാണ് കൃഷ്ണ. വീടിന്റെ മേൽക്കൂരയിൽ നിന്നാണ് ഈ പാമ്പുകളെ പിടികൂടിയത്. വീടിന്റെ മേൽക്കൂരയിലെ മൂല ഓടുകൾക്കിടയിലായി 2 പാമ്പുകൾ ഒന്നിച്ച് കിടക്കുകയായിരുന്നു. തണ്ണീർക്കോട് തൊഴുക്കാട് കൂട്ടത്തുപറമ്പിൽ രവിയുടെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. പാമ്പ് പിടുത്തക്കാരനായ കൈപ്പുറം അബ്ബാസ് എന്ന ആളെത്തിയാണ് ഈ വീടിന്റെ മേൽക്കൂരയിൽ കയറി 2 പാമ്പുകളെയും പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. ട്രിങ്കറ്റ് സ്നേക്ക് എന്ന ഇംഗ്ലീഷ് നാമമുള്ള കാട്ടുപാമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിഷമില്ലാത്ത പാമ്പുകളാണ് ഇവ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എലികളാണ് ഇവയുടെ പ്രധാന ആഹാരം. അതുകൊണ്ടാണ് ഈ വീടുകൾക്ക് മുകളിലൊക്കെയായി കാണപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും വീട്ടുകാർ വലിയ ആശങ്കയിലായിരുന്നു പാമ്പിനെ കണ്ട പശ്ചാത്തലത്തിൽ. എന്തായാലും അബ്ബാസ് വന്ന് പാമ്പിനെ പിടികൂടിയതോടുകൂടി ആ വീട്ടുകാർക്ക് ആശ്വാസമായി മാറിയിരിക്കുകയാണ്. കൃഷ്ണ. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലൊക്കെ ശക്തമായി മഴ പെയ്യുന്നുവെന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. ഈ മഴയത്ത് വേണ്ട ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളിലേക്ക്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കേരളത്തിൽ അടുത്തത് 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ കനത്ത മഴ. 24 മണിക്കൂറിനിടെ 10 ഇടങ്ങളിൽ 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, വിവിധ മേഖലകളിൽ നിന്ന്, അതായത് കണ്ണൂർ, കോഴിക്കോട്, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലൊക്കെ ശക്തമായ, തൃശ്ശൂർ, എല്ലായിടത്തും ശക്തമായ മഴയുണ്ട്. നമ്മുടെ പ്രേക്ഷകർ തന്നെ ഇവിടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ടല്ലോ. ഏതൊക്കെ തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? ക്രിസ്റ്റീന, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. 3 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ് ഇങ്ങനെയാണ്: ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചു. കേരളത്തിൽ വരുന്ന 5 ദിവസം അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ഇന്ന് അതിതീവ്രമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആളുകളെല്ലാം തന്നെ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെയും ഇന്നുമായി ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതും വടക്കൻ ജില്ലകളിലാണ്. വടക്കൻ ജില്ലകളിലെ 10 ഇടങ്ങളിലാണ് 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായും കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, മലപ്പുറം ഉൾപ്പെടെയുള്ള 10 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. എലാറ്റിൻ വട്ടോളി എന്ന സ്ഥലത്ത്, കോഴിക്കോട് ജില്ലയിലെ എലാറ്റിൻ വട്ടോളി 151 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും മഴ ലഭിക്കുമെന്ന അറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിൽ അറിയിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.
തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ മരം കടപുഴകി വീണു. ഇലക്ട്രിക് ലൈനിന് മുകളിലാണ് മരം വീണത്. നാട്ടുകാരും പോലീസും ചേർന്ന് മരം മുറിച്ചു മാറ്റുകയാണ്. കൊട്ടാരക്കരയിൽ നിന്ന് എ വി ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, ഈ മഴക്കെടുതി തുടങ്ങിയ ശേഷം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങൾ ഇതേപോലെ തന്നെ മരം കടപുഴകി വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വിവരം എന്താണ്? എത്രത്തോളം വേഗം ഈ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റാനാകുമെന്നാണ് പറയുന്നത്? സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും മരം കടപുഴകി വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്ത, തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ ഒരു മരം കടപുഴകി വീണിട്ടുണ്ട്. അവിടെ ഗതാഗത തടസ്സമുണ്ട്. ഇലക്ട്രിക് ലൈനിന് മുകളിലേക്കാണ് മരം വീണത്. നാട്ടുകാരും പോലീസും ചേർന്നിപ്പോൾ മരം മുറിച്ചു മാറ്റുന്ന യത്നത്തിലാണ്. കൊട്ടാരക്കരയിൽ നിന്ന് എ വി ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, കൊല്ലത്ത് നിന്ന് അരുൺരാജാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട് ചേരുന്നത്. അരുൺരാജ്, ഏറെ റിസ്ക്കുള്ള ഒരു കാര്യമാണ്. കാരണം ഈ മരം ഇലക്ട്രിക് ലൈനിന് മുകളിലേക്കാണ് വീണത്. ഇപ്പോൾ എന്തായാലും അത് ഓഫ് ചെയ്ത് ഈ മരം മുറിച്ചു മാറ്റുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതെപ്പോൾ പൂർത്തിയാകും? എപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകും? ക്രിസ്റ്റീന, കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് ശക്തമായ മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് OR ജംഗ്ഷൻ സമീപമാണ് റോഡിലേക്ക് മരം കടപുഴകി വീണത്. 2 വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നു എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് ലഭിക്കുന്നുണ്ട്. കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിലേക്കാണ് മരം വീണത്. ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ഈ തിരുമംഗലം ദേശീയപാതയ്ക്ക് സമീപം ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും നിലച്ചിരുന്നു. അല്പസമയം മുമ്പാണ് ഭാഗികമായി ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് ലൈൻ അടക്കം ഇപ്പോൾ പൂർണ്ണമായും റോഡിൽ നിന്ന് മാറ്റാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്ന വിവരം. ഈ പാലരുവി റോഡിലേക്കുള്ള 2 മരങ്ങളാണ് ഈ കടപുഴകി വീണത്. അതുകൊണ്ട് പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് കൂടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. പാലരുവി വെള്ളച്ചാട്ടം താൽക്കാലികമായി അടച്ചിരിക്കുന്നുവെന്ന് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന് അരുൺരാജ്. പ്രസിദ്ധമായ ആനയൂട്ടിനൊരുങ്ങി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം ആനകൾ നാളെ നടക്കുന്ന ഊട്ടിൽ പങ്കെടുക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. പതിനഞ്ച് പിടിയാനകളടക്കം 70ഓളം ആനകളാണ് ചരിത്രപ്രസിദ്ധമായ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ പങ്കെടുക്കുക. രാവിലെ 5-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം. 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 600 കിലോ എള്ള്, 500 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കുന്നത്. 9:30-ഓടെ ആനയൂട്ട് ആരംഭിക്കും. 9:30 മണിക്ക് ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ക്ഷേത്ര മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള കൊടുത്ത് ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യും. ഈ വർഷം ആനയൂട്ടിന് ഉദ്ദേശിച്ച് നമ്മൾ 70ഓളം ആനകളാണ് പങ്കെടുക്കുന്നത് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആനകൾക്കും ആളുകൾക്കും മാറി നിൽക്കാനുള്ള എല്ലാ ബാരിക്കേഡ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങിയ 8ഓളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട്. വെറ്റിനറി ഡോക്ടേഴ്സിന്റെയും വനംവകുപ്പിന്റെയും പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ആനകളെ ചടങ്ങിൽ പങ്കെടുപ്പിക്കുക. മഹാഗണപതി ഹോമത്തിനുള്ള അഷ്ടദ്രവ്യക്കൂട്ടൊരുക്കുന്നതിന്റെ അവസാനവട്ട തിരക്കാണ് ഈ കാണുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആനയൂട്ടിന്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി മലപ്പുറം മമ്പുറം നേർച്ച. ജാതിമത ഭേദമന്യേ 1 ലക്ഷത്തിലധികം ആളുകളാണ് അന്നദാന ചടങ്ങിനെത്തിയത്. ഒരാഴ്ചയോളം നീണ്ടുനിന്ന നേർച്ചയാണ് അന്നദാനത്തോടെ സമാപിച്ചത്. അദ്ദേഹം ആത്മീയ നേതൃത്വം മാത്രമായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ ഈ ഇന്ത്യയുടെ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ശബ്ദിക്കുവാനും അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. അതിനുവേണ്ടി ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു. സർവ്വ മതസ്ഥർക്കും ആദരണീയനായിരുന്ന മമ്പുറം സയ്യിദ് അലവി മൗലദ്ദവീല തങ്ങളുടെ 186ാമത് ആണ്ട് നേർച്ചയാണ് മമ്പുറത്ത് നടന്നത്. ആത്മീയ സാമീപ്യവും പുണ്യവും തേടി മമ്പുറത്തേക്കൊഴുകിയ വിശ്വാസി സഞ്ചയത്താൽ മഖാമും പരിസരവും ജനസാഗരമായി. നേർച്ചയുടെ ശ്രദ്ധേയമായ ചടങ്ങുകളിൽ ഒന്നായ അന്നദാനം സ്വീകരിക്കാൻ
സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. 10,000-കണക്കിന് ആളുകൾക്ക് അന്നദാനം നിർവഹിക്കുന്നു. അവിടെയും ജാതിമത വ്യത്യാസമൊന്നുമില്ല. അന്നത്തെ ആ മഹത്തായ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് എല്ലാം. ആയിരങ്ങൾക്ക് ആത്മീയാനുഭൂതി പകർന്നു നടന്ന ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനാ സദസ്സോടെ ഒരാഴ്ച നീണ്ടുനിന്ന ആണ്ടുനേർച്ചയ്ക്ക് കൊടിയിറങ്ങി. സമീർ ബിൻ കരീം, 24, തിരൂർ. കൂടുതൽ വാർത്തകളിലേക്ക്. പത്തനംതിട്ടയിൽ +2 വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമർദ്ദനമെന്ന് പരാതി. സഹപാഠിക്കൊപ്പം പത്തനംതിട്ട പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴായിരുന്നു മർദ്ദനമേറ്റത്. സ്കൂളിൽ പോകാൻ വേണ്ടി ബസ്സിൽ കയറിയപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വന്നിട്ട് ഇതുപോലെ എന്നെ ആ സുഹൃത്തിനെ വന്ന് ക്രൂരമായി മർദ്ദിച്ചിട്ട് പോയി. കാര്യം എന്തെന്നും അറിയത്തില്ല. ബസ് എന്താണെന്ന് പറഞ്ഞില്ല. ഇല്ല. ആരെ മർദ്ദിച്ചതെന്ന് അറിയോ? ഒരു പയ്യന്, ഒരു ചേട്ടന്. ഒറ്റ ഒരാളെ ഉള്ളൂ, ചേട്ടനായിരുന്നു. അയാളുടെ കൂടെ ആളുണ്ടായിരുന്നു. കൂടെ ആളുണ്ടായിരുന്നു. 3-4 പേരുണ്ടായിരുന്നു. എന്തോ ചെയ്ത്, എന്തോ അടിച്ചോ? ആദ്യം വന്ന് തലയ്ക്ക് 5-6 അടി അടിച്ചു. അത് കഴിഞ്ഞിട്ട് ബസ്സിൽ തൂങ്ങി വന്ന് എന്നെ ചവിട്ടി. പിന്നെ ആ കൂടെയുള്ള ആളിനെ അടിച്ചു, വെള്ളത്തിട്ട് അടിച്ചു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ അടിച്ചു. പെൺകുട്ടിയെ അടിച്ചിട്ടുണ്ടല്ലേ? അടിച്ചിട്ടുണ്ട്. ബസ്സിലിട്ടായിരുന്നു. ബസ്സിലിട്ട്. ആളുകൾ പറയുന്നത് കേട്ടോ, ബസ്സിലിട്ട് പുറത്തൊക്കെ ചവിട്ടുന്നത് ശരിയാണോ? ശരിയാണ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത് ശ്രീജിത്ത് ശ്രീകുമാരനാണ്. ശ്രീജിത്ത്, ഈ സിനിമാ സ്റ്റൈലിലുള്ള ഒരു ആക്രമണമെന്നാണ് നമുക്ക് ഈ കുട്ടി പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഈ മർദ്ദനമെന്ന് കുട്ടിക്ക് മനസ്സിലായില്ല എന്നും പറയുന്നു. എന്തായിരുന്നു ശരിക്കും പ്രകോപന കാരണം? മറ്റു വിവരങ്ങൾ. ക്രിസ്റ്റീന, രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടന്നത്. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പെൺകുട്ടിക്കൊപ്പം, ഒരു പെൺകുട്ടിയായിരുന്നു സഹപാഠി, ആ പെൺകുട്ടിക്കൊപ്പം സംസാരിച്ച് നിൽക്കുകയായിരുന്നു ഈ ചെറുപ്പക്കാരൻ, ഈ +2 വിദ്യാർത്ഥി. എന്തായാലും ആ സമയത്ത് അവിടേക്ക് വന്ന മറ്റൊരു യുവാവ്, അയാളെ കണ്ടാൽ അറിയില്ല എന്നാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്, രണ്ടുപേരെയും ആക്രമിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ആൺകുട്ടിയുടെ മുഖത്ത് അടിക്കുകയും തുടർന്ന് നിലത്തിട്ട് നെഞ്ചത്ത് ചവിട്ടുക എന്നടക്കമുള്ള നടപടികളിലേക്ക് കടന്നു. ആ പ്രദേശത്തൊക്കെ ആളുകളുള്ള സമയമായിരുന്നു. ആളുകൾ വരുന്നത് കണ്ടതോടുകൂടി ഇയാൾ പോവുകയായിരുന്നു. എന്നാലും ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ തയ്യാറായില്ല. പെൺകുട്ടി വീട്ടിലേക്ക് പോയി. അതിനുശേഷമാണ് പിന്നീട് ആൺകുട്ടിയുടെ വീട്ടുകാർ കുട്ടിയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. നെഞ്ചിനും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ കാര്യമായ പരിക്ക് ഈ ആൺകുട്ടിക്കുണ്ട്. എന്തായാലും പോലീസ് വിശദമായ മൊഴിയെടുത്ത ശേഷം കേസ് എടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്താണ് പ്രകോപന കാരണമെന്ന് കണ്ടെത്താൻ CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാലും ക്രൂരമർദ്ദനമാണ്. പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു യുവാവാണ്. കണ്ടാൽ ഇവർക്ക് തിരിച്ചറിയാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ശരി. പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് ശ്രീകുമാരനാണ്. തൃശൂർ പഴഞ്ഞി പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രിക പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി സൂരജ് സജി തൃശൂരിൽ നിന്നുണ്ട്. സൂരജ്, എപ്പോഴായിരുന്നു ഈ അപകടം? വിവരങ്ങൾ. ക്രിസ്റ്റിന, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു അപകടം. ഈ മേഖലയിലെല്ലാം തന്നെ രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു പെയ്യുന്നത്. ഇതിനിടയിൽ ചിറക്കൽ ഭാഗത്ത് നിന്ന് വരികയായിരുന്നു കാറ്. ചെറുവള്ളിക്കടവ് പാലത്തിൽ കയറുന്നതിനിടെ എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുത്തു. പക്ഷേ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഈ പുറകോട്ടെടുക്കുമ്പോൾ, മഴയായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സൈഡ് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ കാറ് പുറകോട്ടെടുക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട് താഴേക്ക് മറിയുകയായിരുന്നു. ഈ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാർ തന്നെയാണ് ഈ വാഹനത്തിനകത്തുണ്ടായിരുന്ന ഈ താര എന്ന കാർ യാത്രികയെ രക്ഷിച്ച് പിന്നീട് ഈ മുകളിലേക്ക് കയറ്റിയത്. ഈ പാലത്തിന്റെ കൈവരികൾ തകർത്താണ് ഈ വാഹനം താഴേക്ക് വീണിട്ടുള്ളത്. എന്തായാലും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ മേഖലയിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാറ് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ വെള്ളത്തിൽ പൂണ്ടുപോയ നിലയിലാണുള്ളത്. ഇനി ക്രെയിൻ ഉപയോഗിച്ച് ഈ കാർ മുകളിലേക്ക് കയറ്റാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. പത്തനംതിട്ട റാന്നിയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വീട് തകർന്നു. റാന്നി സ്വദേശി മനോജിന്റെ വീടാണ് തകർന്നത്. പത്തനംതിട്ടയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ. ശ്രീജിത്ത്, സംസ്ഥാന വ്യാപകമായി ഈ മരം വീണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് മഴക്കെടുതിയുടെ ഭാഗമായിട്ട്. അവിടെ റാന്നിയിൽ സംഭവിച്ചത് എന്താണ്? വിവരങ്ങൾ. ഇന്ന് ഉച്ചയോടുകൂടി ശക്തമായ മഴയായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ അനുഭവപ്പെട്ടത്. എന്തായാലും ആ മഴയത്ത് പല മേഖലയിലും മരം വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയൊക്കെ ചെയ്തു. അവിടെയാണ് ഈ റാന്നി സ്വദേശിയായ മനോജിന്റെ വീടിന് മുകളിലേക്ക് മരം വീണത്. വീടിന്റെ ഒരു ഭാഗത്തിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ വീട്ടിൽ ആ സമയത്ത് ആളുകളുണ്ടായിരുന്നു. ആളുകളൊന്നും തന്നെ ആ പ്രദേശത്ത് ഈ മരം പൊട്ടി വീണ ഭാഗത്ത് ഉണ്ടാവാത്തത് കൊണ്ട് വലിയ ദുരന്തം ഒഴിവായി, ആർക്കും പരിക്കില്ല. എന്തായാലും പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ എത്തിയാണ് ആ മരം മാറ്റിയതെന്ന് മനസ്സിലാക്കുന്നത്.
നടക്കുന്നു. എന്തായാലും ജില്ലയുടെ പല മേഖലകളിലും ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാഗ്രത തുടരണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ക്രിസ്റ്റ്യൻ. ശരി, ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത്. കാസർഗോഡ് കടന്നൽകുത്തേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചിറ്റാരിക്കാൽ പാലാവയൽ സ്വദേശി സണ്ണി ജോസഫാണ് മരിച്ചത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, ദാരുണമായ ഒരു സംഭവമാണ്. എപ്പോഴായിരുന്നു ഈ അപകടം? വിവരങ്ങൾ. ക്രിസ്റ്റീന, കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 3:30യോടെയാണ് തൊഴിലുറപ്പ് ജോലിക്കിടയിൽ ഈ ചിറ്റാരിക്കൽ വേളു ഹൗസിൽ ജോസഫിന്റെ മകൻ സണ്ണി ജോസഫിന് ഈ കടന്നൽ കുത്തേൽക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 2:30യോടുകൂടി അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഒരുപാട് തൊഴിലാളികൾ അദ്ദേഹത്തോടൊപ്പം ആ സമയത്തുണ്ടായിരുന്നെങ്കിലും മറ്റാർക്കും വലിയ രീതിയിലുള്ള പരിക്കേറ്റില്ല. സണ്ണി ജോസഫിന്റെ പരിക്ക് ഗുരുതരമായിരുന്നു. ക്രിസ്റ്റീന. ശരി, കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത് അരുൺ പാറയ്ക്കലാണ്. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിൽ മരം കടപുഴകി വീണു. കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാരില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിനും കേടുപാട് സംഭവിച്ചു. കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നത് വീണ്ടും AV ജയശങ്കറാണ്. ജയശങ്കർ, നമ്മൾ ഈ ബുള്ളറ്റിനിൽ തന്നെ ഇത് 3ാമത്തെ വാർത്തയാണ് മരം കടപുഴകി വീണുണ്ടായ അപകടത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്താണല്ലോ ഈ മരം വീണിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത തടസ്സമുണ്ടോ? എന്തായാലും യാത്രക്കാരില്ലാത്തതിനാൽ ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന ആശ്വാസം കൂടിയുണ്ടല്ലോ. ക്രിസ്റ്റീന, ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിക്കുന്നത്. വലിയ കാറ്റും മഴയും ഈ പ്രദേശത്ത് അനുഭവപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുകളിലേക്ക് വലിയൊരു മരം കടപുഴകി വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിഞ്ഞു മാറി. ഒപ്പം തന്നെ ഇതിനടുത്ത് പാർക്ക് ചെയ്തിരുന്ന 2 വാഹനങ്ങൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിനുള്ളിലും ഡ്രൈവറോ മറ്റു ആളുകളോ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ മരം വീണതിന് പിന്നാലെ ഈ തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ ആര്യങ്കാവ് ജംഗ്ഷനിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. പിന്നീട് നാട്ടുകാരും പോലീസും എല്ലാം എത്തിയാണ് ഈ മരം നീക്കിക്കൊണ്ട് ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഏറെ മണിക്കൂറുകളാണ് ഈ പ്രദേശത്ത് 3 മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വനത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ പാതയുടെ ഇരുവശങ്ങളിലും വലിയ കൂറ്റൻ മരങ്ങളുണ്ട്. ഈ മരങ്ങളാണ് ശക്തമായ കാറ്റിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ആര്യൻകാവ് ഒപ്പം തന്നെ അച്ചൻകോവിൽ വനമേഖലകളിൽ വനത്തിനുള്ളിൽ വലിയ ശക്തമായ മഴയും കാറ്റും നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വനപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ വലിയ ജാഗ്രത പുലർത്തണമെന്ന വനം വകുപ്പ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഇതിനടുത്തുള്ള പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം നിലവിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ മഴയുടെ തോതും മറ്റും കുറയുന്നതനുസരിച്ച് വീണ്ടും പ്രവേശനം അനുവദിക്കുമെന്നാണ് വനം വകുപ്പും മറ്റും നിലവിൽ പറയുന്നത്. എന്തായാലും ഈ കൊല്ലം ജില്ലയുടെ മലയോര മേഖലയിൽ വലിയ തോതിലുള്ള മഴ രാവിലെ മുതൽ പരക്കെ മഴയുണ്ട്. ഇപ്പോൾ നിലവിൽ മഴ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ രാവിലെ മുതൽ ഈ കാട്ടിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു മഴയാണ് ഉണ്ടായത്. ഈ ഇത്തരത്തിൽ മഴയുടെ ഭാഗമായാണ് ഈ ആര്യൻകാവ് ജംഗ്ഷനിൽ ഇത്തരത്തിൽ മരം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കൊല്ലം ജില്ലയിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിൽ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രദ്ധയോടെ വേണം വാഹനം ഓടിക്കാനെന്ന വനം വകുപ്പ് ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലയിൽ വലിയ തോതിലുള്ള മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വനം വകുപ്പ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. ക്രിസ്റ്റീന. ശരി, കൊട്ടാരക്കരയിൽ നിന്ന് AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. പലയിടങ്ങളിലും മരം കടപുഴകി വീണടക്കം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തികച്ചും ജാഗ്രത പാലിക്കേണ്ട സമയമാണെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. മഴ കനത്തതോടെ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചു. തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിലെ 21 ഷട്ടറുകൾ ഉയർത്തി. വിവരങ്ങളുമായി നിഖിൽ പ്രവേശ്ശേരിയാണ് പാലക്കാട് നിന്ന്. നിഖിലെ, നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്തുള്ളവർ വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയല്ലേ? തീർച്ചയായിട്ടും കൃഷിയില്ല. പാലക്കാട് ജില്ലയിൽ അത്ര ശക്തമായ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് വിദ്യാലയങ്ങൾക്കൊന്നും തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നുമില്ല. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴയാണ് പാലക്കാട് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായതിനാൽ തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിലെ 21 ഷട്ടറുകൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ പെയ്തു തുടങ്ങിയ മഴയിൽ ശക്തമായ ഒഴുക്കാണ് ഭാരതപ്പുഴയിൽ അനുഭവപ്പെടുന്നത്. ജലനിരപ്പ് കൂടിയതോടെ 2 സെന്റിമീറ്റർ വീതം 21 ഷട്ടറുകൾ ഉയർത്തി.
രാവിലെ 10 മണിക്ക് ശേഷമാണ് ഘട്ടം ഘട്ടമായി ഷട്ടറുകൾ ഉയർത്തിയത്. തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഈ വെള്ളം ഒഴുകി എത്താൻ സാധ്യതയുള്ള മേഖലകളിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഈ മേഖലയിലെല്ലാം തന്നെ ജില്ലയിലുടനീളം അതിശക്തമായ മഴ ഇപ്പോൾ തുടരുകയുമാണ്. ക്രിസ്tina. നിഖില തുടരുക. പാലക്കാട് ആലത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരം മുറിച്ചു മാറ്റി വാഹനങ്ങൾ പുറത്തെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി നിഖിൽ പ്രമേശാണ്. നിഖിലെ, അല്പസമയം മുമ്പ് പറഞ്ഞതാണ്, ഇപ്പോൾ ഈ നടപടി എത്രത്തോളം പുരോഗമിച്ചു, എത്രയും വേഗം ഈ വാഹനങ്ങൾ പുറത്തെടുക്കാനുള്ള നീക്കത്തിലാണല്ലോ അവിടെ? ക്രിസ്tina, ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത്ഭുതകരമായാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഒരു കാറും ഒരു സ്കൂട്ടറും ഈ മരത്തിന് അടിയിൽ അകപ്പെട്ടിട്ടുണ്ട്. അത് വളരെ അത്ഭുതകരമായാണ് അവർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. പാലക്കാട് ആലത്തൂരിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആലത്തൂർ ബാങ്ക് റോഡ് എന്ന സ്ഥലത്ത് വഴിയരികിലെ മരം കടപുഴകി വീഴുകയായിരുന്നു. മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകവെയാണ് ഈ മരം കടപുഴകി വീണത്. സ്കൂട്ടർ യാത്രക്കാരൻ കാജയും കാർ യാത്രക്കാരനും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഈ രണ്ട് വാഹനങ്ങളും പക്ഷേ ഈ മരത്തിന് താഴെയാണ് ഉണ്ടായിരുന്നത്. പ്രദേശത്ത് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അത് പൂർണ്ണമായി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. ശരി, എന്തായാലും ഉടൻ തന്നെ ആ മരം മുറിച്ചു മാറ്റി വാഹനങ്ങൾ പുറത്തെടുക്കുന്ന നടപടി സാധ്യമാകട്ടെ. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയിൽ എറണാകുളം എടക്കാട്ടുവയലിൽ വ്യാപക നാശനഷ്ടം. മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധം തകരാറിലായി. എബിൻ ജോസ് ആണ് കൊച്ചിയിൽ നിന്ന് ഉള്ളത്. എബിൻ, സമാനമായ വാർത്തകൾ എല്ലാ മേഖലകളിൽ നിന്നും വരുന്നുണ്ട്. ഇവിടെ കൊച്ചിയിൽ നിന്നുള്ള വിവരം എന്താണ്? ക്രിസ്tina, കൊച്ചിയിൽ രാവിലെ മുതൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട്. എറണാകുളം എടക്കാട്ടുവയലിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുകയുണ്ടായി. അതുപോലെ തന്നെ ഗതാഗതം പലയിടത്തും തടസ്സപ്പെടുകയുണ്ടായി. വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധം തകരാറിലാവുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോഴും നിലവിൽ മഴ തുടരുന്ന സാഹചര്യമാണ്. ഇടവിട്ടുള്ള ശക്തമായ കാറ്റുമുണ്ട്. ക്രിസ്tina. ശരി, എബിൻ ജോസ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയാണെന്ന് നമ്മുടെ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ ജില്ലകളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. ആലപ്പുഴയിൽ ശക്തമായ മഴയുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ പാലക്കാട് നിന്ന് മഴക്കെടുതിയുമായുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. പാലക്കാട് കാക്കത്തറയിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണു. ഇളയപുരയ്ക്കൽ സരോജിനിയുടെ വീടാണ് തകർന്നത്. വിവരങ്ങളുമായി ചേരുന്നത് നിഖിൽ പ്രമേശാണ്. നിഖിൽ, വിവരങ്ങൾ. കൃഷ്ണ, ഇന്ന് രാവിലെയാണ് ശക്തമായ മഴയിൽ ഈ 67-കാരിയായിട്ടുള്ള സരോജിനിയുടെ വീട് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. നല്ല മഴ പാലക്കാട് ജില്ലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ മേഖലകളിലുണ്ട്. ഇതേ തുടർന്ന് ഇവരുടെ വീട് തകർന്നു പോവുകയായിരുന്നു. നമുക്ക് ഇവരും ഇവരുടെ മകനും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്കത് തന്നെ പതിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ അതിൻ്റെ നേരിയ ഭാഗം ഇടിഞ്ഞു തുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് 11 മണിയോടുകൂടി പൂർണ്ണമായി ഈ വീട് ഇടിഞ്ഞു തകരുകയായിരുന്നു. അത്ഭുതകരമായാണ് അവർ രണ്ടുപേരും രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോഴും ഇവിടേക്ക് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വെള്ളം ഈ വീടിനകത്തേക്ക് ഇങ്ങനെ ഇരച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഈ വീട് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേഷ്. കാക്കത്തറയിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് നിഖിൽ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പറയാതിരുന്നതും അതുകൊണ്ടാണ്. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയത്തെ സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചാടി വീണ് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ മത്സരിച്ച് ഈ കുറ്റപ്പെടുത്തലുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ആദ്യം തന്നെ തുടങ്ങി. അദ്ദേഹത്തിന് ഒട്ടും ക്ഷമയുണ്ടായില്ല. പലരും ഇന്നാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ മുൻ കേന്ദ്രമന്ത്രിമാരുണ്ട്, KPCC എല്ലാം ഉണ്ട്. അവരൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വസ്തുതകൾ എന്തായാലും ജനങ്ങളൊന്നും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വാഹനാപകടം. പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. കാരശ്ശേരി ഓടത്തെരുവ് സ്വദേശി യാസറിനാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, വിവരങ്ങൾ. ക്രിസ്റ്റീന, എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മണമ്പുറം വളവിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ 10:30 ഈ അപകടം നടക്കുന്നത്. അമിത വേഗതയിൽ വന്ന മിനി പിക്കപ്പ് നിയന്ത്രണം വിട്ട ശേഷം എതിരെ വരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. രാവിലെ സമയത്ത് കനത്ത മഴയുണ്ടായിരുന്നു. മാത്രമല്ല ഒരു വളവ് കൂടിയാണ്. അതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റത് യാസറിനാണ്. അതായത് ഓടത്തെരുവ് സ്വദേശിയായ യാസറിനാണ് പരിക്കേറ്റുള്ളത്. ഇയാളെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥിരമായി വാഹനാപകടം നടക്കുന്ന ഒരു സ്ഥലമാണ്. കൊടും വളവ് കൂടിയാണ്. ആ സാഹചര്യത്തിൽ മഴ കൂടി ഉണ്ടായതാണ് ഈ അപകടത്തിന് കാരണമായത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഈ ബൈക്ക് പൂർണ്ണമായും ഇടിയുടെ ആഘാതത്തിൽ നശിച്ചിട്ടുണ്ട്. മാത്രമല്ല റോഡിന്റെ ബാരിക്കേഡും ഈ അപകടത്തിൽ തകർന്നിട്ടുണ്ട്. പരിക്കേറ്റ ആൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ക്രിസ്റ്റീന, ശരി, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ്. ലൈവ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്.